ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരികെ വന്ന ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ സ്നേഹസമ്പന്നനായ അപ്പനോടൊപ്പം അവന്റെ ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ചിന്തിച്ചതോർക്കുന്നു. ഇത്തരത്തിലുള്ള ചില ഹെവൻലി മൊമെന്റ്സ് നമ്മൾ മിസ് ചെയ്തിട്ടില്ലേ? ഒരിട്ട് കരുണ കാണിക്കാതെ തിരിഞ്ഞു നിന്ന ചില സമയങ്ങൾ, എന്തിലും ഏതിലും പെർഫെക്ഷൻ വേണമെന്ന് വാശി പിടിച്ച സന്ദർഭങ്ങൾ, സൗഹൃദങ്ങളിലെ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, വൃദ്ധമാതാപിതാക്കളുടെയൊക്കെ ചില കുറവുകളെ പറ്റി നല്ല ധാരണയുണ്ടെങ്കിലും പ്രാക്ടിക്കലി അതിനോടൊക്കെ പ്രതിഷേധിച്ച് കടന്നുപോയ ദിവസങ്ങൾ, അതെ, കരുണ കാണിക്കാത്ത ദുർദിനങ്ങൾ. ആ ദിവസങ്ങളിൽ ലോകത്തെ കരുണയുടെ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കിയിരുന്ന ഗുരു നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മനുഷ്യാവതാരത്തിലും പൂർണ്ണ ദൈവം തന്നെയായിരുന്ന ക്രിസ്തു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നെങ്കിലും പച്ച മനുഷ്യർ തന്നെയായിരുന്ന മേരിക്കും ജോസഫിനും വിധേയപ്പെട്ട 30 വർഷമാണ് വാശി പിടിക്കാതെ ജീവിച്ചത്. ലോകത്തിന്റെ ദാഹത്തിൽ ജീവിച്ചിരുന്ന ആ ശമരിയക്കാരിയെ തേടി ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ അവൻ നടന്നുപോയത് കാതങ്ങളാണ്. അവന്റെ കഥകളിലെ ആ സ്നേഹമുള്ള അപ്പനും തന്റെ കഴുതപ്പുറത്ത് അടിപ്പെട്ടവനെ ചുമന്ന ശമരിയക്കാരനുമെല്ലാം അവൻ തന്നെ ആയിരുന്നില്ലേ? അവനെപ്പോലെ നമുക്കും കരുണ കാണിക്കാം. ഗാഗുൽത്തായിലെ യാത്രയിൽ വെറോനിക്കയായും ശിമയോനായും അവനും കരുണ ലഭിച്ചിരുന്നു. ആ സത്യം നമുക്ക് തിരിച്ചറിയാം. ഗുരു പറഞ്ഞ വചനം നമുക്ക് വീണ്ടും ഓർക്കാം: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.